കിടിലൻ ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ വിസ്മയമൊരുക്കി ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ആൻഡ് പൂക്കോട്ടുംപാടം. വിഷ്ണുജിയുടെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ്. പൂക്കോട്ടുംപാടത്ത് വിഷ്ണുജിയുടെ വീട് സന്ദർശിക്കവെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. വിഷ്ണുജിയുടെ മരണം നമ്മുടെ സമൂഹത്തിൽ വീണ്ടും ഒരു വീടുകളിലുണ്ടാകുന്ന പെൺകുട്ടികൾക്കുണ്ടാകുന്ന പീഡനം, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ സമീപ സമയങ്ങളിൽ ചർച്ച ചെയ്ത സൗന്ദര്യക്കുറവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭർത്താക്കന്മാർ നടത്തുന്ന പീഡനങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം വീണ്ടും ചർച്ചയാവുകയാണ് നമ്മുടെ നാട്ടിൽ. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. ഈ പെൺകുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിയായ പ്രഭിൻ ഉൾപ്പെടെ മറ്റാരെങ്കിലും അതിന് പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളെയെല്ലാം മാതൃകാപരമായ ശിക്ഷാ നടപടിക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതിൽ മെച്ചപ്പെട്ട നിലയിലുള്ള അന്വേഷണം ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. കൂടുതൽ ശക്തമായ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ അന്വേഷണവും നടപടിയും ഉൾപ്പെടെ ഉറപ്പാക്കേണ്ടത് ഈ നാടിൻ്റെ ആകെ ഉത്തരവാദിത്തമാണ് എന്നതാണ് ഞങ്ങൾ കാണുന്നത്. മാതൃകാപരമായ ശിക്ഷാ നടപടി ഉറപ്പാക്കും വരെയുള്ള ഇടപെടലുകൾക്ക് നമ്മുടെ നാടാകെ ഒത്തൊരുമയോടുകൂടി നിൽക്കേണ്ടതായിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിയായ പ്രഭിനെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം ഒരു ആരോഗ്യവകുപ്പിലെ ഒരു ജീവനക്കാരൻ കൂടിയാണ്. ഈ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞതുപോലെ ഒരു മാതൃകാപരമായ ജോലി ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു നഴ്സായിട്ടുള്ള ഒരു ചെറുപ്പക്കാരിൽ നിന്നാണ് ഇത്തരത്തിലൊരു ക്രൂരമായ പീഡനം സ്വന്തം ഭാര്യയ്ക്ക് നേരെ ഉണ്ടാവുന്നത്. ശാരീരികമായ പീഡനം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായും അത്തരം തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഇയാൾക്കെതിരെ ശക്തമായ നടപടികൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ കാണുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുന്നതിനും ശക്തമായ നടപടി അയാൾക്കെതിരെ എടുക്കണം എന്ന അഭിപ്രായം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകണം എന്നതാണ് ഡിവൈഎഫ്ഐ കാണുന്നത്. ഞങ്ങൾ തീർച്ചയായും ഈ കുടുംബത്തിനോടൊപ്പമുണ്ട്. നിയമ പോരാട്ടത്തിൽ എല്ലാവിധ പിന്തുണയും സഹായവും എല്ലാം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്നിവിടെ വന്നു ചേർന്നിട്ടുള്ളത്. സമൂഹത്തിൽ മാതൃകയാവേണ്ട ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഈ ക്രൂരത ഉണ്ടായതെന്നുള്ളത് ഞെട്ടിക്കുന്നതാണെന്നും ജില്ലയിൽ സമാനമായ സംഭവം നേരത്തെ ഉണ്ടായതാണെന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ലെന്നും അതിനാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും പ്രഭിനെതിരെ സമഗ്രമായ അന്വേഷണം നടത്തി മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ഷഫീഖ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുജീഷ് മണലാരി, എം സജാദ്, മേഖലാ ഭാരവാഹികളായ സുബിൻ കക്കുഴി, വി അർജുൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.